നമുക്ക് വീണ്ടും അർജുൻ കല്യാണത്തിലേക്ക് പോകാം. അവിടെ മലപ്പട്ടത്ത് വീണ്ടും സംഘർഷാവസ്ഥയാണെന്ന് തോന്നുന്നു. അർജുൻ ടി കെ ഗോവിന്ദൻ മടങ്ങിയോ? ടി കെ ഗോവിന്ദൻ ഇപ്പോഴും പോളിംഗ് ബൂത്തിനകത്ത് തന്നെ തുടരുകയാണ്. പോളിംഗ് ബൂത്തിനകത്ത് ടി കെ ഗോവിന്ദൻ ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ ഇതുമായി അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് നിരവധിയായിട്ടുള്ള CPIM പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയും വലിയ രീതിയിൽ ആക്രോശപരമായി സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവർ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ടി കെ ഗോവിന്ദൻ്റെ ഭാര്യ KP രമണിയും പോളിംഗ് സ്റ്റേഷനകത്ത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഭാര്യ എന്ന രീതിയിൽ പ്രത്യേക പ്രിവിലേജുകളില്ല. അതുകൊണ്ട് തന്നെ KP രമണിയെ ഈ പോളിംഗ് സ്റ്റേഷന് പുറത്തേക്ക് ആക്കാൻ പോലീസ് തയ്യാറാകണം എന്നുള്ളതാണ് ഇവിടെയുള്ള CPM പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന CPM പ്രവർത്തകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പോളിംഗ് ബൂത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഈ പറയുന്ന രീതിയിൽ CPM പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയാണ്. പോലീസുമായി CPM പ്രവർത്തകർ കയർക്കുന്നതുമൊക്കെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. സ്ഥാനാർത്ഥിയുടെ ഏജന്റോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളെ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനകത്ത് കടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ പറയുന്ന ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന CPM പ്രവർത്തകർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വാക്കേറ്റത്തിലൊക്കെ കാര്യങ്ങൾ മാറ്റുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഏറ്റവും പ്രധാനമായി ടി കെ ഗോവിന്ദൻ വോട്ട് ചെയ്ത സ്കൂൾ കൂടിയാണ് ഈ രാമർ ഗുരു സ്കൂൾ. ഇവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് ടി കെ ഗോവിന്ദൻ്റെ വീട് ഉൾപ്പെടെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള പ്രദേശവാസികൾ CPM പ്രവർത്തകരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത്. CPM പ്രവർത്തകരാണ് ഈ പറയുന്ന രീതിയിൽ ടി കെ ഗോവിന്ദൻ ഈ ബൂത്തിലേക്ക് എത്തുമ്പോൾ കൂകി വിളിക്കുകയും അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രോശത്തോടു കൂടി മലപ്പട്ടത്ത് നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ടി കെ ഗോവിന്ദൻ ഇപ്പോഴും ബൂത്തിൽ തുടരുകയാണ്. പുറത്ത് CPM പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയുമാണ്. അവരിപ്പോഴും ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസ് അടക്കം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ നിൽക്കുന്നുമുണ്ട്.